നിന്ന് കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കലയന്താനിയിലെ ഗോഡൌണിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പുറത്തെടുത്തു. കേസിൽ ഒന്നാം പ്രതി ജോമോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. മുഹമ്മദ് അസ്ലം, ബിബിൻ എന്നിവരും പോലീസ് കസ്റ്റഡിയിലുണ്ട്. ജോസൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസൽ, ഒന്നാം പ്രതിയുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നു. ഒരാളെ കൂടി പിടികൂടാനുണ്ട് അല്ലേ? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെ? അസിത, ഇപ്പോൾ ഒന്നാം പ്രതി ജോമോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ജോമോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മുഹമ്മദ് അസ്ലം, ബിബിൻ എന്നിവർ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട്. അതിൽ ഒരു പ്രതിയായിട്ടുള്ള ആഷിഖ് കാപ്പ കേസിൽ പ്രതിയായതിനാൽ എറണാകുളത്ത് പോലീസ് റിമാൻഡിൽ തുടരുകയാണ്. ഇത്തരത്തിൽ ഈ ആഷിഖിൻ്റെ ഈ ഗോഡൗൺ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗോഡൗണിന് മുമ്പിൽ നിന്ന് ആഷിഖിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിലേക്ക് വെളിച്ചം വീശിയത്. ഇത്തരത്തിൽ ഈ കാപ്പ കേസ് പ്രതിയായ ആഷിഖിനെ മൊബൈൽ ഫോൺ ലൊക്കേറ്റ് ചെയ്താണ് ഇവിടെ വെച്ച് എറണാകുളം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 4:45 കൊല്ലപ്പെട്ട ബിജുവിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ രണ്ടു കേസുകളും തമ്മിൽ ലിങ്ക് ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതികളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഈ അറസ്റ്റ് ഒന്നാം പ്രതിയായ ജോമോനും ബിജുവും തമ്മിൽ ദീർഘകാലമായി സാമ്പത്തിക ഇടപാടുകളെ തുടർന്ന് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് പോലീസിൽ പരാതിയും ഉണ്ടായിരുന്നു. ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലും അടക്കം പരാതികൾ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഈ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ ജോമോൻ അടക്കമുള്ള ആളുകൾ. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ കാപ്പ കേസ് പ്രതിയെ ജോമോൻ്റെ നേരത്തെ കേറ്ററിംഗ് സ്ഥാപനം നടത്തിയിരുന്ന ഗോഡൌണിൻ്റെ മുമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ രണ്ടു കേസുകളും, ഈ രണ്ട് സംഭവങ്ങളും, അതായത് ഈ മിസ്സിംഗ് കേസും ഈ കാപ്പ കേസ് പ്രതിയുടെ കലയന്താനിലെ ഈ ഗോഡൌണിന് മുമ്പിലുള്ള അറസ്റ്റും തമ്മിൽ യോജിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോമോനെ അറസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതിനു ശേഷം ഈ സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള മൊഴി നൽകിയത്, കുറ്റസമ്മതം മൊഴി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോമോനെ അടക്കം ഇവിടെ എത്തിച്ചാണ് ഈ സെപ്റ്റിക് ടാങ്ക് തുറന്ന് മൃതദേഹം പുറത്ത് എത്തിച്ചിരിക്കുന്നത്. അസിത, ശരി. ജോസൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്. മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. ഒരാളുടെ അറസ്റ്റും ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.